8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച ദാരുണ സംഭവം UDF-ന് രാഷ്ട്രീയ ആയുധമാക്കുന്നതായി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കപ്പെടാമെന്നും വിജയരാഘവൻ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ UDF സ്ഥാനാർത്ഥി തയ്യാറായില്ല. സ്ഥലത്ത് നടന്ന സംഭവങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ സർക്കാരിനെതിരെ പ്രശ്നം തിരിച്ചുവിട്ട് രാഷ്ട്രീയ ആയുധമാക്കാൻ മാറ്റാനുള്ള ബോധപൂർവ ശ്രമമാണ് ഉണ്ടായത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയെന്ന അന്വേഷണത്തിലൂടെ മനസ്സിലാകും. KCB ലൈനിൽ നിന്നും വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കി പന്നിയെ ഷോക്കടിപ്പിച്ച് കൊല്ലുന്നത് ഗുരുതര കുറ്റകൃത്യമാണ്. കെണിവെക്കാനുള്ള സാധനങ്ങൾ സമീപത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അനധികൃത പ്രവർത്തിക്ക് പിന്നിലുള്ളവരെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. വിശദമായ ചർച്ചയിലൂടെയോ വിഷയം കൂടുതൽ മനസ്സിലാക്കാനാവൂ. ആ സംഭവം ഇത്ര പെട്ടെന്ന് വാർത്തയാക്കി രാഷ്ട്രീയ ആയുധമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമുണ്ടോ എന്നും പരിശോധിക്കണം. പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത്. ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അപ്പം തന്നെ ആദ്യം ഓടുന്നത് എവിടേക്കാണ്? റോട്ടിലേക്കാണ്. റോഡ് തടയാണ്. ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത്. കുറച്ചും കൂടിയും പരിക്കുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത്. അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ച് പെശകുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരമൊരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം? റോഡ് തടയാണ്. സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്റും പതിക്കുകയാണ് രാത്രി. ഒരു കൂട്ടർ ഇവിടെ റോഡ് തടയുന്നു, മറ്റൊരു കൂട്ടർ ആ വഴിയിൽ ചിഹ്നം ഒട്ടിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടാവും? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും നന്മ ഇവരുടെ കയ്യിലുണ്ടോ? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ലേ? അവരെന്താ ലക്ഷ്യമിടുന്നത്? അവർ ലക്ഷ്യമിടുന്നത് അപകടമരണത്തെ പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഷോക്കേറ്റ് ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായിരുന്നല്ലോ, വൈദ്യുതി വകുപ്പിൻ്റെ. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിൽ? ആ ചാവക്കാട്ട് ഒരു അച്ഛനും മകനും മരിച്ചു. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായപ്പോൾ ഷോക്കേറ്റ് മരിച്ചതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയൊക്കെ ഇവർ മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്കേറ്റുണ്ടായ വൈദ്യുതി ആഘാതത്തിൽ നിന്നുള്ള മരണത്തെ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ? അപകടത്തിന് പിന്നാലെ സ്ഥലത്ത് ആളുകൾ ആസൂത്രിതമായി എത്തിയതാണോ, വാഹനങ്ങൾ തടഞ്ഞു ഉൾപ്പെടെ സംഭവങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നെല്ലാം പരിശോധിക്കണം. ഇത്തരം സംഭവങ്ങൾ ഉന്നയിച്ച് LDF-നെയും നേതാക്കളെയും ആക്രമിക്കുന്നത് ശരിയല്ല. ഇതിനു പിന്നിൽ ഗൂഢാലോചന സംഘമുണ്ട്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് മെമ്പറുടെ പങ്കും പരിശോധിക്കണം. UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ എല്ലാം മനസ്സിലാക്കാം. ഇതിന് പിന്നിലുള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.